നമുക്ക് സ്കെച്ചിലെ ബാക്കി മോഡിഫൈ ചെയ്യാനുള്ള കുറച്ച് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് പ്ലെയിൻ ഇവിടെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. പ്ലെയിന് സെലക്ട് ചെയ്യാനായിട്ട് ന്യൂ എടുക്കുക, പാർട്ട് ഓപ്പൺ ആക്കി പ്ലെയിന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിലേത് പ്ലെയിനിലാണ് നമുക്ക് വരയ്ക്കേണ്ടത് ആ പ്ലെയിന് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ പ്ലെയിന് സെലക്ട് ചെയ്യുക, ഇതിൽ സ്കെച്ച് ക്ലിക്ക് ചെയ്യുക. പ്ലെയിന് സെലക്ട് ചെയ്യുക, ഇവിടെ സ്കെച്ച് ഉണ്ടാവും, അതിലും ക്ലിക്ക് ചെയ്യുക. പ്ലെയിൻ നമുക്കിപ്പോൾ നോർമലായി. ഇനി നമുക്ക് കുറച്ച് മോഡിഫൈ ടൂൾസ് ഉണ്ട്, അത് നോക്കാം. ആദ്യം ട്രിം എന്ന് പറയുന്ന ടൂളാണ്. ട്രിമ്മിന് ഇങ്ങനെ കുറച്ച് ലൈൻസ് ഞാൻ വരച്ചു. അത് കഴിഞ്ഞ് ട്രിം സെലക്ട് ചെയ്തു. ഇതിൽ പവർ ട്രിം ഒരു 4-5 ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ. അതിലാദ്യം പവർ ട്രിം എന്താണെന്ന് നോക്കാം. പവർ ട്രിം എടുക്കുക. നമുക്ക് ട്രിം ചെയ്യേണ്ട ലൈൻസിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മൗസ് കൊണ്ടുപോകും. അങ്ങനെ പവർ ട്രിം എന്ന് പറയും. മൗസ് റിലീസ് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വേണ്ടാത്ത ലൈൻസിൽ കൂടി ഒരു കർവ് പോലെ വരച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കർവ് കട്ടാകുന്ന എല്ലാ ലൈൻസും ട്രിം ആകും. അടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ലൈൻ ട്രിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ട്രിം ടു ക്ലോസസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വേണ്ടാത്ത ലൈൻസ് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തിടുക. ഓക്കെ. ഇനി നമുക്ക് കോർണർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോർണറിനായിട്ട് ഞാനിവിടെ ലൈൻ വരച്ചു. നമുക്ക് റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റും. ട്രിം എന്നുള്ള ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഇനി റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ട്രിം എടുക്കുക. ഇതിൽ കോർണർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ലൈന് സെലക്ട് ചെയ്യുക, ഈ ലൈന് സെലക്ട് ചെയ്യുക. ഈ രണ്ട് ലൈനും കൂടി എക്സ്റ്റെൻഡ് ആകും. ട്രിം അല്ല, ഇവിടെ എക്സ്റ്റെൻഡ് ആയിട്ടാണ് കോർണർ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് ട്രിം ചെയ്ത് കോർണർ ആക്കാം. 1, 2. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കോർണർ ആക്കാം. ഇവിടെ ട്രിം ചെയ്ത് കോർണർ. ഇങ്ങനെ കോർണർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്തത് ട്രിം എവേ ഇൻസൈഡ്, ട്രിം എവേ ഔട്ട്സൈഡ്, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അതിന് വേറൊരു സ്കെച്ച് വേണമെങ്കിൽ വരയ്ക്കാം. ലൈൻ എടുത്തു. അതിൽ ഞാൻ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തു. 1, 2. കുറച്ച് ലൈൻസ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പാരലായിട്ട് വരച്ചു. അത് കഴിഞ്ഞ് 2 വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ വരച്ചു. ഇതിൽ ട്രിം എവേ ഇൻസൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ലൈൻസ് ട്രിം ചെയ്യാൻ പറ്റും. ഒറ്റ പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് ഈ 2 ലൈൻസിന് എടുക്കുക. അതിനാദ്യം ഈ 2 ലൈൻ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ഈ ലൈൻ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഈ ലൈൻ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ വിൻഡോയ്ക്കകത്ത് സ്കെച്ച് ഫുള്ള് വന്നാലും കുഴപ്പമില്ല, സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഈ 2 ലൈൻസിനും അകത്തുള്ളത് ട്രിമ്മായി പോകും. ഇനി ഈ 2 ലൈൻസിന് പുറത്തുള്ളതാണ് ട്രിം ചെയ്യേണ്ടതെങ്കിൽ ഇതിൽ ട്രിം എവേ ഔട്ട്സൈഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ലൈനും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. 2 ലൈൻസിന് പുറത്തുള്ളത് ട്രിമ്മായി പോകും. ഓക്കെ, ഇതാണ് ട്രിം എന്ന് പറയുന്ന ടൂൾ. ഇനി അടുത്ത് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ടൂൾ. എക്സ്റ്റെൻഡ് എൻറ്റിറ്റീസ് സെലക്ട് ചെയ്യുക. ഇതിൽ വേറെ പ്രോപ്പർട്ടി മാനേജർ ഒന്നുമില്ല. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. തൊട്ടടുത്തുള്ള ബൗണ്ടറി വരെ അത് എക്സ്റ്റെൻഡ് ആവും. ഓക്കെ, ഇനി ഇത് ക്ലിക്ക് ചെയ്താൽ എക്സ്റ്റെൻഡ് ആവില്ല. കാരണം ഇത് ചെന്ന് മുട്ടാനായിട്ട് വേറെ ബൗണ്ടറി ഒന്നുമില്ല. ബൗണ്ടറി വേണം, എവിടെയെങ്കിലും ചെന്ന് മീറ്റ് ചെയ്യാനായിട്ടൊരു ബൗണ്ടറി വേണം, എന്നാൽ മാത്രമേ എക്സ്റ്റെൻഡ് ആകത്തുള്ളൂ. ഇതും എക്സ്റ്റെൻഡ്, ഇതിപ്പോൾ ഇതിന് പുറത്തുകൂടി പോകും, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ആവാത്തത്. ഇതിലിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് ഒന്നുമില്ല. എക്സ്റ്റെൻഡ് എടുക്കുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബൗണ്ടറി വരെ എക്സ്റ്റെൻഡ് ആകും. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് കൺവെർട്ട് എൻറ്റിറ്റീസ്, ഇൻ്റർസെക്ഷൻ കർവ്. ഇത് രണ്ടും 3D കഴിഞ്ഞിട്ട് പറയുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് സ്കെച്ചിൽ ഇത് ആവശ്യമില്ല. 3D ചെയ്യുന്ന സമയത്ത് മറ്റൊരു പാർട്ടിൻ്റെ എഡ്ജോ അതിലുള്ള സ്കെച്ചിനെയൊക്കെ നമുക്ക് നമ്മുടെ സ്കെച്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഈ രണ്ടും അങ്ങനത്തെ ടൂൾസാണ്. നമുക്കത് പിന്നീട് നോക്കാം. അടുത്ത് ഓഫ്സെറ്റ് എൻറ്റിറ്റീസ് നോക്കാം. ഓഫ്സെറ്റ് എൻറ്റിറ്റീസ്
എൻറ്റിറ്റീസ്. ഞാൻ ഒരു ലൈനും വരച്ചു, ഒരു ആർക്കും വരച്ചു. നമുക്ക് ഓഫ്സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഓഫ്സെറ്റ് എടുക്കുക. ആദ്യം ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് നമ്മൾ പലരും ഓട്ടോകാഡിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു ലൈനിനെ ഒരു ഡിസ്റ്റൻസിലോട്ട് ഓഫ്സെറ്റാക്കി വെക്കുന്ന ടൂളാണ്. അതിലാദ്യം ഡിസ്റ്റൻസ് കൊടുക്കുക. 10 ഇതിൽ കിടപ്പുണ്ട്, അത് തന്നെ കൊടുത്തു നോക്കാം. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഓക്കെ, യെല്ലോ ലൈൻ പ്രിവ്യൂ കാണാൻ പറ്റും. അതിൽ ആഡ് ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഒരു ഡയമെൻഷനായിട്ട് അവിടെ ഉണ്ടാവും. ഇനി ഡയമെൻഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്യും. ഇതിപ്പോൾ ഈ ഡയറക്ഷനിലോട്ടാണ് ഓഫ്സെറ്റ് ആയിട്ടുള്ളത്. മറ്റേ ഡയറക്ഷനിലോട്ട് ഓഫ്സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഓൺ ആക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ഇനി അടുത്തത് സെലക്ട് ചെയിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഒറ്റ ലൈനേ ഉള്ളൂ. ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ ഉണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ഞാൻ 4 ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ടുണ്ട്, ഒന്നിന് പുറകെ ഒന്നായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ലൈനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൈന് മാത്രം ഓഫ്സെറ്റ് ആയാൽ മതിയെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുക. സെലക്ട് ചെയിനിൽ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്ക് ഏത് ലൈനാണോ സെലക്ട് ചെയ്യുന്നത് ആ ലൈന് മാത്രമേ ഓഫ്സെറ്റ് ആയിട്ടുള്ളൂ. ഇത് കണ്ടിന്യൂസ് ലൈനാണ്. ഇത് ഫുള്ള് സെലക്ട് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയിൻ ഓൺ ആക്കുക. ഇത് ഫുള്ള് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇത് ഫുള്ള് സെലക്ട് ആവും. ഇനി ഇതിനകത്തോട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഡയറക്ഷൻ മാറ്റി പുറത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് കൊടുത്താൽ മതി. ഇനി അകത്തോട്ടും പുറത്തോട്ടും വേണമെന്നുണ്ടെങ്കിൽ ബൈ ഡയറക്ഷൻ ഓൺ ആക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ എൻഡ് വന്നിട്ട് ഇപ്പോൾ ഓപ്പണാണ്. ഇതിൻ്റെ എൻഡ് ഓപ്പണാണ്. ഇത് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാപ്പ് ആൻഡ് സോൺ ആക്കാം. ഇതിലിപ്പോൾ ആർക്സാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ആർക്ക് വെച്ചിട്ട് ഇത് ക്ലോസ് ആയിരിക്കുന്നത്. നമുക്ക് ലൈൻ വെച്ച് ക്ലോസ് ചെയ്താൽ മതിയെങ്കിൽ ലൈൻ സോൺ ആക്കാം. ഓക്കെ, ഇനി വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നടുക്കുള്ള ലൈൻ, ആദ്യം നമ്മൾ വരച്ച ലൈന് കൺസ്ട്രക്ഷൻ ജോമെട്രി ആക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഡോട്ട് ലൈൻ, ഒരു ബേസിന് വേണ്ടിയിട്ട് ഡോട്ട് ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ബേസ് ജോമെട്രി എന്ത് ചെയ്യാം, ഓണാക്കാം. നടുക്കുള്ള ലൈന് ഡോട്ട് ലൈൻ. ഇനി പുറത്തുള്ള ലൈനാണ് നമുക്ക് ഡോട്ടഡ് ആക്കേണ്ടതെങ്കിൽ താഴെ ഓഫ്സെറ്റ് ജോമെട്രി എന്നുള്ള സാധനം ഓണാക്കുക. ഓണായി കഴിഞ്ഞാൽ പുറത്തുള്ള നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുള്ള ലൈന് എന്താവും, കൺസ്ട്രക്ഷൻ ലൈനാവും. ഓക്കെ, ഇത് തന്നെ നമുക്ക് ആർക്കിലും ചെയ്യാൻ പറ്റും. ഓഫ്സെറ്റ് എടുക്കുക, ആർക്ക് സെലക്ട് ചെയ്യുക, മുകളിലും താഴെയുണ്ട്. എൻഡ് ക്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കുക. ലൈൻ ആണെങ്കിൽ ലൈന്, ആർക്കാണെങ്കിൽ ആർക്ക്. ഓക്കെ, ഓഫ്സെറ്റ് കഴിഞ്ഞു. അടുത്ത് മിറർ എൻറ്റിറ്റീസാണ്. മിറർ എൻറ്റിറ്റീസിന് നമുക്കൊരു ലൈനിനെ അബൌട്ട് ചെയ്താണ് നമുക്ക് സ്കെച്ചിനെ മിറർ ചെയ്യാൻ പറ്റുള്ളൂ. സ്കെച്ചിനെ എപ്പോഴും ഒരു ലൈനിനെ അബൌട്ട് ചെയ്ത് മിറർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പാർട്ടാണെങ്കിൽ ഒരു പ്ലെയിനിനെ അബൌട്ട് ചെയ്ത് നമുക്ക് മിറർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്കെച്ച് ആയതുകൊണ്ട് ഒരു ലൈന് മതി. ആ ലൈന് നമ്മൾ വരയ്ക്കണം. നമ്മളൊരു ലൈനായിട്ട് തന്നെ അത് വരയ്ക്കണം. ഈ ലൈനിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മിറർ ചെയ്യാം. ഇടതുവശത്തുള്ള ഡ്രോയിങ് ആണെങ്കിൽ അതിനെ വലത്തോട്ട് മിറർ ചെയ്യും, വലതുവശത്തുള്ള ഡ്രോയിങ് ആണെങ്കിൽ അതിനെ ഇടത്തോട്ട് മിറർ ചെയ്യും. ഇനി ഹൊറിസോണ്ടൽ ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും നമുക്ക് മിറർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ മിറർ ലൈൻ വരച്ചു. ഇത് നമുക്ക് 3D ചെയ്യുമ്പോൾ ആവശ്യമില്ല, ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി വരച്ചതാണ്. അതുകൊണ്ട് ഞാനതിന് എന്ത് ചെയ്തു, കൺസ്ട്രക്ഷൻ ജോമെട്രി ആക്കി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്കെച്ച് വരച്ചു. പിന്നെ എനിക്ക് ഈ ലൈനിനെ ബോട്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിറർ എടുക്കുക. എൻറ്റിറ്റീസ് ടു മിററിൽ നമുക്ക് എന്താണോ മിറർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇതിൽ കോപ്പി ഓൺ ആണ്. കോപ്പി ഓൺ ആണെങ്കിൽ നമ്മൾ വരച്ച സ്കെച്ച് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ പുതിയൊരെണ്ണം കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ഓക്കെ, ഈ മിറർ അബൌട്ടിൽ നമ്മുടെ ലൈന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മിററായി രണ്ട് സൈഡിലുണ്ട്. നമുക്കിനി ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ആയ മിറർ മാത്രം മതി. പഴയത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മിറർ എടുത്തിട്ട് ഇതിൽ കോപ്പി ഓഫ് ചെയ്തിട്ട് സ്കെച്ച് സെലക്ട് ചെയ്യുക. മിറർ അബൌട്ടിൽ ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി സ്കെച്ച് പാറ്റേൺ, ആദ്യം ലീനിയർ സ്കെച്ച് പാറ്റേൺ സ്കെച്ച് വരച്ചു. അതിനകത്ത് ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരച്ചു.
അത് കഴിഞ്ഞ് ലീനിയർ സ്കെച്ച് പാറ്റേൺ എടുത്തു. ഇതിൽ ഏറ്റവും താഴെയായിട്ട് എൻറ്റിറ്റീസ് ടു പാറ്റേൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അതിൽ നമുക്ക് എന്താണോ പാറ്റേൺ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യും. 4 ലൈന് ഇതുപോലെ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഡിസ്റ്റൻസ് നമുക്ക് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ എക്സിലോട്ട് കൂട്ടണം. ഇപ്പോൾ ഇതിനകത്തോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ മാറ്റി കൊടുക്കും. 20 കൊടുത്തു. 20 ഇഷ്ടമുള്ള വാല്യൂ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2 എണ്ണമേ ഉള്ളൂ, നമ്മൾ വരച്ച ഒരെണ്ണം പിന്നെ ഒന്നും കൂടിയേ ഉള്ളൂ. നമുക്ക് 2 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 എണ്ണം കൊടുത്തു. ഇനി ഇവിടെ കൊടുക്കാൻ സ്പേസ് ഉണ്ട്, ഒരു 10 എണ്ണം കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ എക്സിലോട്ട് മാത്രമാണ്. ഒയിലോട്ട് ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഒയിലോട്ട് 1 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ കൊടുക്കാം. ഇതിലിപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഇവിടെ 10 ആയതുകൊണ്ടാണ് ഞാൻ 20 ആക്കി നോക്കാം. കുഴപ്പമില്ല. ഇനിയും എണ്ണം കൂട്ടാൻ പറ്റും. ഇനി ഒരു 7 കൊടുത്തുവിടാം. അതായത് നമുക്ക് ഇതിൽ ഡയമെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരും. അത് ഇതിനെല്ലാത്തിനും ഓരോരോ ഡയമെൻഷൻ, കുഞ്ഞു ഡയമെൻഷൻ വരുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു, കൊടുത്തു. ഡയമെൻഷൻസ് എല്ലാം പോയി. ഇനി നമുക്ക് ഒറ്റ ക്ലിക്കിൽ പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓട്ടോകാഡിലൊക്കെ അറേ എന്ന് പറയുന്ന ടൂൾ പോലത്തെ ടൂളാണ്. അതിലാദ്യം എന്ത് ചെയ്യുക, ലീനിയർ സ്കെച്ച് പാറ്റേൺ എടുക്കുക. അതിൽ ഏറ്റവും അവസാനമായിട്ട് എൻറ്റിറ്റീസ് ടു പാറ്റേണിൽ നമുക്ക് എന്താണോ പാറ്റേൺ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് എക്സ് ആക്സിസിൽ എത്ര പോകണം എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഞാൻ ഇവിടെ 20 കൊടുത്തു. ഇവിടെ എണ്ണം 10 കൊടുത്തു. വൈ ആക്സിസിൽ 7 കൊടുത്തു. ഡിസ്റ്റൻസ് അതും 20 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കും. ഇങ്ങനെ പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ലീനിയർ സ്കെച്ച് പാറ്റേൺ ആണ്. ഇനി അടുത്ത് ഡയമെൻഷൻ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അത് എന്ത് വേണമെന്നാണ് ചോദിച്ചത്. അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഹാങ് ആയി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ സ്കെച്ചാണ്, സ്കെച്ചിൽ തന്നെ ഇപ്പോൾ ഇത്രയും ലൈൻസും കാര്യങ്ങളും വന്നപ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഒന്ന് സ്ലോ ആയി. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും വലിയ പാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് ഫീച്ചേഴ്സുള്ള പാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ട്രീയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ഒരുപാട് എക്സ്ട്രൂഡൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ മോഡലായിരിക്കാം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കമ്പ്യൂട്ടർ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഫീച്ചേഴ്സിൻ്റെ എണ്ണം കുറച്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക, മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കുക, കുറച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സ്കെച്ച് ഡിലീറ്റ് ആയി. അടുത്ത് സർക്കുലർ സ്കെച്ച് പാറ്റേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ സർക്കിൾ എടുത്തു, ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരച്ചു. അതിൽ സർക്കുലർ സ്കെച്ച് പാറ്റേൺ എടുക്കുക. പാരാമീറ്ററിൽ ഈ സർക്കിൾ സെലക്ട് ചെയ്യുക. എൻറ്റിറ്റീസിൽ നമുക്ക് വേണ്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 2 3 4 ഈ 4 ലൈൻ സെലക്ട് ചെയ്തു. ഇവിടെ എണ്ണ ഇപ്പോൾ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതിവിടെ 4 കിടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ എനിക്കിപ്പോൾ 6 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 6 കൊടുക്കാം. 8 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 8 കൊടുക്കാം. ഓക്കെ, അതിന് ടിക്ക് കൊടുക്കാം. ഇതുപോലെ സർക്കുലറായിട്ട് പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഓട്ടോക്കിലെ മൂവ്, കോപ്പി, റൊട്ടേറ്റ് എന്ന് പറഞ്ഞ കുഞ്ഞു ടൂൾസാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം.
എൻറ്റിറ്റീസ്. ഫസ്റ്റ് മൂവ് എൻറ്റിറ്റീസ് എടുക്കുക. എൻറ്റിറ്റീസ് ടു മൂവിൽ നമുക്ക് എന്താണ് മൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഒരു പോയിൻ്റ് സ്റ്റാർട്ട് പോയിൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഉള്ളിടത്തോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ കോപ്പി ചെയ്യും, പക്ഷേ പഴയത് അവിടെ തന്നെ ഉണ്ടാവും. സെലക്ട് ചെയ്യുക, ഒരു ബേസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്ത് വയ്ക്കുക. പഴയത് അവിടെ തന്നെ ഉണ്ട്. ഇനി റൊട്ടേറ്റിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഏത് പോയിൻറ്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളതൊരു പോയിൻ്റ് കാണിച്ചു കൊടുക്കുക. അതിന് എത്ര ആംഗിളിൽ റൊട്ടേറ്റ് ആവണം എന്നുള്ളത് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ്. ഇനി സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് വലുതാക്കുന്ന, മെഷർമെൻറ്റ് എടുക്കുന്നതല്ല, ഇതിൻ്റെ സൈസ് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. സ്കെയിൽ എൻറ്റിറ്റീസ് എടുക്കുക, സ്കെച്ച് സെലക്ട് ചെയ്യുക, സ്കെയിൽ അബൌട്ട്, ഏത് പോയിൻറ്റിനെ അബൌട്ട് ചെയ്ത് സ്കെയിൽ ചെയ്യണം എന്നുള്ളത് ഏതൊരു പോയിൻ്റ്, ഇഷ്ടമുള്ള പോയിൻ്റ് കൊടുക്കുക. ഇതിൽ തന്നെ ആവണമെന്നില്ല, പുറത്ത് എവിടെയെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു ഈ പോയിൻ്റ് കൊടുത്തു. സ്കെയിൽ ഫാക്ടർ 1 ആണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സൈസ് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു നമ്പറാണ്. ഇതിപ്പോൾ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സൈസിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. ഇതിൻ്റെ സൈസ് എനിക്ക് ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ 2 കൊടുക്കാം. സൈസ് ഡബിളായി. ട്രിപ്പിൾ ആക്കണമെങ്കിൽ 3 കൊടുക്കുക. പകുതി ആക്കണമെങ്കിൽ 0.5 കൊടുക്കുക. ഒന്നിനും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിനും 0 ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂ കൊടുക്കുക. 1 താഴെയുള്ള ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ചെറുതാവും. 1 മുകളിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് സൈസ് വലുതാവും. ഈ സ്ട്രെച്ച് എൻറ്റിറ്റീസ് കൊടുക്കുക. എൻറ്റിറ്റീസ് ടു സ്ട്രെച്ചിൽ സ്ട്രെച്ച് ചെയ്യേണ്ട സൈഡ് സെലക്ട് ചെയ്യുക. പോയിൻ്റ് സ്ട്രെച്ച് അബൌട്ട് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്രാഗ്, സ്ട്രെച്ച്. ഇത്രയും മോഡിഫൈ ടൂൾസാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇനിയും കുറച്ചുണ്ട്, നമുക്കത് നോക്കാം. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയമെൻഷനിങ്ങും കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യം. നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഡയമെൻഷൻ അളവുകൾ കൊടുത്ത് വരയ്ക്കേണ്ട കാര്യമില്ല. റഫായിട്ടൊരു സ്കെച്ച് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഡയമെൻഷൻ കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് വരയ്ക്കുകയാണ്. നോക്കൂ, ഇങ്ങനൊരു സ്കെച്ച് വരച്ചു. ഈ സ്കെച്ചിൻ്റെ ലൈൻസിൻ്റെ കളർ എന്ന് പറയുന്നത് നീലയാണ്. ബ്ലൂ കളറിലാണ് ഈ ലൈൻസ് കാണുന്നത്. ഈ ലൈൻസിന് ഫുള്ള് ബ്ലാക്ക് ആക്കണം. എപ്പോൾ നിങ്ങൾ സ്കെച്ച് ചെയ്താലും ഇതിനെ നിങ്ങൾ ബ്ലാക്ക് ആക്കിയിട്ട് വേണം എപ്പോഴും 3D ചെയ്യാനായിട്ട് പോകാനായിട്ട്. ബ്ലൂ ആക്കി പോകരുത്. നമുക്കത് പിന്നീട് നമ്മൾ എന്തെങ്കിലും പാർട്ടിനെ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ സൈസ് ഇതുപോലെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ട് വേണം പോകാൻ. ബ്ലാക്ക് ആക്കാനായിട്ടാണ് ഈ ഡയമെൻഷനിങ്ങും കൺസ്ട്രെയിൻസും എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡയമെൻഷനിങ് എന്താണെന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ റിലേഷൻ എന്നാണ് പറയുന്നത്. റിലേഷൻ എന്നാണ് പറയുന്നത്. അത് നമുക്ക് രണ്ടാമത് നോക്കാം. ആദ്യം ഡയമെൻഷനിങ് നോക്കാം. ഡയമെൻഷൻ ഇതിനൊരു സൈസ്, എല്ലാ അളവുകളും ഒരിടത്തോട്ട് മൂവ് ചെയ്യാത്ത രീതിയിൽ എല്ലാ അളവുകളും കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാ അളവുകളും കൊടുത്താൽ ഇത് ഇവിടെ ഇരുന്ന് മൂവ് ആവും. മൊത്തത്തിലിത് മൂവ് ആവും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ അതിനെന്ത് ചെയ്തു, ഒരു ഒറിജിനുമായിട്ട് അതിനെ കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒറിജിനായിട്ട് ഈ പോയിൻ്റ് ഇനി ഇവിടെ നിന്ന് പോകത്തില്ല. ഇതിന് പോകണം എന്നുണ്ടെങ്കിൽ ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇവിടെ നിന്ന് പോകത്തുള്ളൂ, മാറത്തുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺസ്ട്രെയിൻ ആയി. അതുകൊണ്ട് തന്നെ ഈ 2 ലൈൻസ് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. കണ്ടോ, 2 ലൈൻസ് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇതിനി മാറത്തില്ല. ഇനി നമുക്ക് ഡയമെൻഷനും കൊടുക്കാം. ഡയമെൻഷൻ ഇവിടെ ഉണ്ട്, സ്മാർട്ട് ഡയമെൻഷൻ. ഇത് ഒരുപാട് ഡയമെൻഷൻ ഉണ്ടെന്ന് നോക്കണം. നിങ്ങൾ സ്മാർട്ട് ഡയമെൻഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡയമെൻഷനും കൊടുക്കാൻ പറ്റും. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക. ഈ ലൈന് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. 307 ഉണ്ട്, ഞാനൊരു 250 ആണ്. ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യും. 250 ആയി. ഇനി ഇതിൽ ചേഞ്ച് ആവാത്ത ലൈൻ ഇതാ ഈ ലൈനാണ്. ഇപ്പം ഇത് 2 നേരത്തെ ആൾറെഡി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. ഈ ലൈന് ഇപ്പോൾ കൺസ്ട്രെയിൻ, ഇതിന് ഇങ്ങോട്ട് പോകാതെ അവിടെ ലോക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ആവും. അതുകൊണ്ടാണ് ആ ലൈന് ബ്ലൂ കളറിലിരിക്കുന്നത്. അപ്പോൾ അത് മാറാതിരിക്കാനായിട്ട് ഞാൻ ഈ ലൈന് സെലക്ട് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 400 കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുക, ടിക്ക് കൊടുക്കുക, എന്തുവേണമെങ്കിലും ചെയ്യും. 400 കൊടുത്തു. ഇപ്പോൾ ഈ ലൈന് ബ്ലാക്കായി. ഇനി ഇതിങ്ങനെ മൂവ് ആവുന്നുണ്ട്. അത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയമെൻഷൻ എടുക്കുക, ലൈന് സെലക്ട് ചെയ്യുക, താഴോട്ട് വെക്കുക, 400 കൊടുക്കുക.
ഇനി ഇത് മൂവ് ആവുന്നുണ്ട്, ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അത് മൂവ് ആവാതിരിക്കാനായിട്ട് ഡയമെൻഷൻ എടുക്കുക, ഈ ലൈന് സെലക്ട് ചെയ്യുക, ഇവിടെ ഒരു 150 വെച്ചു. ഇപ്പോൾ ഫുള്ള് സ്കെച്ച് ബ്ലാക്ക്. ഇങ്ങനെ ബ്ലാക്ക് ആക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ അടുത്ത, അതായത് 3D എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് പോകാൻ. എപ്പോഴും ബ്ലാക്ക് ആക്കിയിട്ട് വേണം പോകാൻ. ഇനി ഇതിപ്പോൾ നമുക്ക് എല്ലാ സ്ട്രേറ്റ് ലൈൻസിൻ്റെ ഡയമെൻഷൻസാണ് കൊടുത്തത്. വേറെ എന്തുണ്ട്, സർക്കിളാണെങ്കിൽ അതിന് സർക്കിളിന് റേഡിയസോ ഡയമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഡയമെൻഷൻ കൊടുക്കണം. ഇതിനെല്ലാത്തിനും എന്ത് തന്നെയാണ് എടുക്കേണ്ടത്, ഈ സ്മാർട്ട് ഡയമെൻഷൻ തന്നെയാണ് എടുക്കേണ്ടത്. ഫുള്ള് ബ്ലാക്കായി, സർക്കിൾ ഫുള്ള് ബ്ലാക്കായി. നമുക്കിവിടെ ഒരു സർക്കിളുണ്ട്. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, ഇതിൻ്റെ ആർക്കിൽ ക്ലിക്ക് ചെയ്യുക, മൗസ് ഇങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ബോക്സ് വരും, അതിൽ ആവശ്യമുള്ള ഡയമീറ്റർ ടൈപ്പ് ചെയ്യുക, എൻട്രി. ഓക്കെ, ഇത് സർക്കിളിൻ്റെ കേസാണ്. ഇനി ആംഗിൾ വരുന്ന സമയത്ത് ആംഗിൾ നമുക്ക് ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ. അതിന് സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, ഫസ്റ്റ് ലൈന്, സെക്കൻഡ് ലൈൻ. എന്നിട്ട് ഇങ്ങോട്ടെങ്കിലും കൊണ്ട് ഡയമെൻഷൻ വെക്കുക, ടൈപ്പ് ചെയ്യുക, എൻട്രി. ഇപ്പോഴത് ബ്ലാക്ക് ആയിട്ടില്ല, കാരണം ആംഗിൾ ഇതാണെങ്കിൽ ഇതിൻ്റെ സൈസ് ഇങ്ങനെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനിയും ഡയമെൻഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണത് ഫുള്ള് ബ്ലാക്ക് ആയത്. ആംഗിൾ വേറെ എന്ത് ഡയമെൻഷൻ ഉണ്ട്? ഹൊറിസോണ്ടലിനും വെർട്ടിക്കലിനും എല്ലാത്തിനും ഈ സ്മാർട്ട് ഡയമെൻഷൻ തന്നെയാണ് എടുക്കേണ്ടത്. അലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചരിഞ്ഞ ലൈൻ, ഹൊറിസോണ്ടലും വെർട്ടിക്കലല്ല, ചരിഞ്ഞ ലൈൻ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അലൈൻഡ് ഡയമെൻഷനായിട്ട് വരും. അല്പം പൊക്കി ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയമെൻഷൻ വരും. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. എല്ലാത്തിനും ഒറ്റ ടൂൾ തന്നെയാണ്, മാറ്റി മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്തരം ഡയമെൻഷൻസ് ഉണ്ട്. ഇനി കുറച്ച് റിലേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റിലേഷൻസ് ഞാൻ ഇപ്പം കുറച്ച് പറയാം, പിന്നീട് നമുക്ക് പാർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്നതനുസരിച്ച് ഓരോന്നിരുന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ രണ്ട് ലൈൻസ് രണ്ട് സ്ഥലത്തായിട്ടിരിക്കുകയാണ്. ഇതിനെ രണ്ടിനെയും കൂടി ഈ രണ്ട് പോയിൻ്റ് നമുക്ക് ഒന്നാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ലൈന് സെലക്ട് ചെയ്യുക, പിന്നെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അടുത്ത ലൈന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പുതിയൊരു പ്രോപ്പർട്ടീസ് മാനേജർ വന്നിട്ടുണ്ട്. അതിൽ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ കൊടുക്കാൻ പറ്റുന്ന കൺസ്ട്രെയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആഡ് റിലേഷൻസിൽ കിടപ്പുണ്ട്. ഈ രണ്ട് പോയിൻ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് തമ്മിൽ കൊടുക്കാൻ പറ്റുന്ന റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ഹൊറിസോണ്ടൽ എന്നുള്ള ഓപ്ഷനാണ്. ഹൊറിസോണ്ടൽ ഈ രണ്ട് പോയിൻ്റ് ഇപ്പോൾ ഹൊറിസോണ്ടൽ അല്ല, ഇതിനിടയ്ക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതൊരു ചരിഞ്ഞ ലൈനായിരിക്കും. രണ്ടും ഹൊറിസോണ്ടൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഈ രണ്ട് പോയിൻ്റ് തമ്മിൽ വെർട്ടിക്കലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെർട്ടിക്കലാക്കാം. തമ്മിൽ ജോയിൻ ആയിട്ടില്ല, അത് രണ്ടും ഒരേ ലെവലിലായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. രണ്ട് സെലക്ട് ചെയ്തിട്ട് വെർട്ടിക്കലാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് തമ്മിൽ വെർട്ടിക്കലാണ്. ഒന്നുകൂടി ഈ രണ്ട് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇത് തമ്മിൽ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ അങ്ങ് ഫിക്സ് ആവും. നമുക്കിതിനെ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കിതിനെ മാറ്റാനൊക്കെ പറ്റുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയൊന്നും മാറ്റണ്ട, ഇതെവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ലോക്കാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു സ്കെച്ചിൽ നിങ്ങൾ ഫിക്സ് എന്നുള്ള റിലേഷൻ യൂസ് ചെയ്യാതിരിക്കുക. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് തന്നെ കൺസ്ട്രെയിൻ ചെയ്യാൻ നോക്കാം. ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഫിക്സ് ചെയ്യുക. എന്തെങ്കിലും മാക്സിമം ചെയ്യാതെ നമുക്ക് അല്ലാതെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഒരു സ്കെച്ചിലെല്ലാം നമുക്ക് ഫിക്സ് എന്ന് പറയുന്ന
കൺസൾട്ടൻസ് കൊടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യും. ഇനി മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒന്നാക്കും. മെർജ്. ഇത് ലൈനിൻ്റെ കേസാണ്. ഇനി രണ്ട് ലൈൻസ് തമ്മിൽ ഇങ്ങനെ ലൈനുണ്ട്, ഇങ്ങനെ ലൈനുണ്ട്. ഇത് തമ്മിൽ പാരലല്ല. പാരലാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ രണ്ട് എൻ പോയിൻ്റാണ് സെലക്ട് ചെയ്തത്. രണ്ട് ലൈനും കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വേറെ കുറേ റിലേഷൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, രണ്ട് ലൈൻസ് ഹൊറിസോണ്ടൽ ആക്കണമെങ്കിൽ ആക്കാം, വെർട്ടിക്കൽ ആക്കണമെങ്കിൽ ആക്കാം, കൊളീനിയർ ആക്കണമെങ്കിൽ ആക്കാം. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ടും കൊളീനിയർ അല്ല, രണ്ട് ലെവലിലാണ് ഇരിക്കുന്നത്. ഒന്ന് മുകളിൽ ഒന്ന് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടും ഒരേ ലെവലിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിൽ കൊളീനിയർ കൊടുക്കണം, ഒരേ ലെവലിലാണ്. ഇനി ഇത് തമ്മിൽ പാരലല്ല, രണ്ടും പാരലാക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് രണ്ട് സെലക്ട് ചെയ്യാം. ഇതിൽ പാരലൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. ലെവൽ ഒന്നായിട്ടില്ല, പക്ഷേ പാരലായിട്ടുണ്ട്, തമ്മിൽ പാരലായിട്ട്. ഇനി രണ്ടും പെർപെൻഡിക്കുലർ ആക്കണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ അല്ല, പെർപെൻഡിക്കുലർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തമ്മിൽ പെർപെൻഡിക്കുലർ അല്ല, കൺട്രോൾ പ്രസ് ചെയ്ത് രണ്ട് സെലക്ട് ചെയ്യുക, പെർപെൻഡിക്കുലർ. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഇത് ചെറുതും ഇത് വലുതുമാണ്. രണ്ടിൻ്റെ ലെങ്ത്ത് ഒരേ ലെങ്ത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സെലക്ട് ചെയ്തിട്ട് ഇക്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇക്വൽ. ഇത്രയാണ് ലൈനിൽ വരുന്നത്. പിക്സ് നിങ്ങൾ കൊടുക്കണ്ട. ഇനി സർക്കിൾ, ഈ രണ്ട് സർക്കിളിൻ്റെയും സെൻറ്റർ, അതായത് രണ്ടിൻ്റെ സെൻറ്റർ ഇപ്പം വേറെ വേറെയാണ് നിൽക്കുന്നത്. രണ്ടിൻ്റെയും സെൻറ്റർ വേറെ വേറെയാണ് നിൽക്കുന്നത്. രണ്ടും ഒന്നാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സെലക്ട് ചെയ്യുക. ഇതിൽ കോൺസെൻട്രിക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും എന്താവും, രണ്ടിൻ്റെ സെൻറ്റർ ഒന്നാവും. കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ നമുക്ക് കിട്ടും. എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, രണ്ട് സെലക്ട് ചെയ്യുക. ഇതിൽ കോൺസെൻട്രിക്. കോറേഡിയിൽ അവിടെ നിൽക്കട്ടെ. ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് വഴി, ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇതിൻ്റെ എഡ്ജ് വഴി ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടാൻജൻ്റ് കൊടുക്കും. ടാൻജൻ്റ് നമുക്ക് ലൈനിലും കൊടുക്കാൻ പറ്റും. ലൈനും ആർക്കും അല്ലെങ്കിൽ ലൈനും സർക്കിളും തമ്മിൽ നമുക്ക് ടാൻജൻ്റ് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ റേഡിയസ് വേറെ വേറെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ചെറുതും ഇത് വലുതുമാണ്. രണ്ടിൻ്റെ റേഡിയസ് ഒന്നാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഇക്വൽ എന്ന് പറയുന്ന കൺസ്റ്റൻസ് കൊടുക്കും. ഇനി റേഡിയസ് ഒന്നാക്കണം, ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒന്നാക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കെച്ചിൽ ആവശ്യം വരില്ല. പാർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നിൻ്റെ മുകളിലൊക്കെ സ്കെച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെ അതേ റേഡിയസിൽ സെൻറ്റർ പോയിൻ്റ് ഒന്നാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ കോറേഡിയൽ എന്ന് പറയുന്നൊരു കൺസ്റ്റൻറ്റ്. കോറേഡിയൽ സെൻറ്ററും ഒന്നാവും, റേഡിയസും ഒന്നാവും. ഇതിൻ്റെ പുറത്തെടുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവാത്തതാണ്. ഒന്നിൻ്റെ പുറത്തിരിക്കുന്നുണ്ട്, മനസ്സിലാവാത്തതാണ്. ഓക്കെ. ഇനി ഒരു ആർക്ക്, കർവ് ലെങ്ത് എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻ ആണ്. അത് നമുക്ക് സർക്കിളിൽ ചെയ്യുന്നതിനേക്കാളും ഒരു ആർക്കിലും ലൈനും വെച്ച് കാണിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ഇപ്പോൾ വളഞ്ഞിരിക്കുന്ന ഒരു ആർക്കാണ് അല്ലേ, ഒരു വളഞ്ഞിരിക്കുന്ന ആർക്കാണ്. ഇതിനെ ഞാൻ സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ അതിനൊരു ലെങ്ത് ഉണ്ടാവും. ആ ലെങ്ത് എത്രയാണോ അത്രയും അതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇക്വൽ കർവ് ലെങ്ത് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർക്കിനെ നേരാക്കി കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ അതേ ലെങ്ത്തിലായിരിക്കും ഇക്വൽ കർവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും റിലേഷനാണ്. ബാക്കി ഉള്ളത് നമുക്ക് സ്കെച്ചൊക്കെ വരയ്ക്കുന്ന സമയത്ത് നോക്കി പോകും. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്ട് മോഡലിംഗ്, ഫീച്ചേഴ്സിലുള്ള പാർട്ട് മോഡലിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളത്